കഞ്ചാവ് അഥവാ മരിജുവാന ഇത്ര ലൈവായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ദൃശ്യം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാഴ്ചയാണ്. ഇതുവരെയും കാണാത്തൊരു കാഴ്ചയാണ്, ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ്. ഇവിടെ പല ടൈപ്പിലുള്ള കഞ്ചാവുണ്ട്. നമ്മൾ ഈ ഫുഡ് സ്ട്രീറ്റിനകത്ത് കയറിയിട്ട് ആദ്യമായിട്ട് കാണുന്ന ഡിഷ് എന്നുള്ളത് ക്രോക്കഡൈൽ BBQ ആണ്. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ക്രോക്കഡൈൽ BBQ എന്നുള്ളത്. ഒരു ഫുഡ് സ്ട്രീറ്റ് ആണെങ്കിൽ പോലും കള്ളും കഞ്ചാവും എല്ലാം ഇവിടെ പബ്ലിക്കായിട്ട് വെക്കുന്നുണ്ട് അവർ. ഒരു അരമണിക്കൂറുടെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ DJ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. ഒരു വലിയ സ്റ്റേജും ഉണ്ട്. ഈ ഒരു ഏരിയ മൊത്തം സീ ഫുഡിൻ്റെ ഏരിയയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സീ ഫുഡാണ് മാക്സിമം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. മലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഭാരതമായ സ്വാഗതം. തായ്ലൻഡ് സീരീസിൻ്റെ 5ാമത്തെ വീഡിയോ ആണത്. നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ലോക പ്രശസ്തമായിട്ടുള്ള പട്ടായയിലെ ഫുഡ് സ്ട്രീറ്റാണ്. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ നമ്മുടെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അങ്ങനെ നമ്മൾ ഈ ഫുഡ് സ്ട്രീറ്റിനകത്ത് കയറിയിട്ട് ആദ്യമായിട്ട് കാണുന്ന ഡിഷ് എന്നുള്ളത് ക്രോക്കഡൈൽ BBQ ആണ്. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ക്രോക്കഡൈൽ BBQ എന്നുള്ളത്. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്തായാലും ഈ തായ്ലൻഡ് വിട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഫുഡ് സ്ട്രീറ്റിൻ്റെ പേരെന്നുള്ളത് നക്ലുവ എന്നാണ്. നക്ലുവ ഈ ഫുഡ് സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടാലറിയാം. നമ്മൾ അൽക്കസർ ഷോ കണ്ട ശേഷം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, നമ്മൾ അടുത്ത എപ്പിസോഡ് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ സാധനം. ഈ അൽക്കസർ ഷോ നടക്കുന്നിടത്തുനിന്ന് ഇങ്ങോട്ട് വരുവാനായിട്ട് കഷ്ടിച്ച് 200 മീറ്റർ 300 മീറ്റർ ദൂരമേ ഉള്ളൂ. ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് അവിടെ നടന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നേ ഉള്ളൂ. ഒരു ഫുഡ് സ്ട്രീറ്റ് ആണെങ്കിൽ പോലും കള്ളും കഞ്ചാവും എല്ലാം ഇവിടെ പബ്ലിക്കായിട്ട് വെക്കുന്നത്. ആ ട്രക്കിൽ നമ്മൾ കണ്ടതെല്ലാം കള്ളുകളാണ്. പലതരത്തിലുള്ള കള്ളുകളുണ്ട്. വിസ്കി, ബ്രാൻഡി, റമ്മ്, ജിന്ന് തുടങ്ങിയുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങളും അവിടെ ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പന്നിയുടെ വാരിയിലുകൊണ്ട് ഉണ്ടാക്കുന്ന ടിക്കയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കള്ളുകൾ വെക്കുന്ന നിറയെ ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് ഇത് ഫാമിലിക്ക് വരാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന ഫാമിലിയാണ്. ഇവിടെ കള്ളും കഞ്ചാവൊക്കെ പബ്ലിക്കായിട്ട് വിൽക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ കാണുന്ന മാതിരി എന്താ പറയുക, പിന്നെ മറ്റൊരാളെ ശല്യപ്പെടുത്തുകയോ പിന്നെ മറ്റൊരാളെ മെക്കെട്ട് കയറാൻ പോവുകയോ ഓടെ കിടക്കുകയോ തെറി വിളിക്കുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. തികച്ചും നമ്മൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നടന്നു പോകുന്നത്. നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഫുഡ് സ്റ്റാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബെഞ്ചും മേശയൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഓർഡർ ചെയ്തിട്ട് റിലാക്സ് ചെയ്ത് അവിടെ ഇരുന്നാൽ മതി. ഒരു ഫ്രഷാക്കി റെഡിയാക്കി നമ്മുടെ ടേബിളിൽ കൊണ്ട് സാധനങ്ങൾ സെർവ് ചെയ്യുന്നതായിരിക്കും. വൈഫിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തായ് ലോക്കൽ ഫുഡ്സ് കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനാൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കൊടുത്ത് ഇവർ രണ്ടുപേരും ഇവിടെ ഇരുത്തിയിട്ട് വേണം നമുക്കിവിടെ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടും പിന്നെ ഇവിടുത്തെ ലോക്കൽ ഫുഡ്സ് ട്രൈ ചെയ്യാനായിട്ടും. കള്ളിനൊക്കെ അത്യാവശ്യം നല്ല കത്തി റേറ്റാണ് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ആവശ്യാനുസരണം കോക്ടെയിലും അത് ഉണ്ടാക്കി തരുന്നതായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ലോക്കൽ ഫുഡ്സ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുമാതിരിയുള്ള ഫുഡ് സ്ട്രീറ്റിൽ തന്നെ ട്രൈ ചെയ്യുക. അത് മാത്രമല്ല ടൈം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള ഈവനിങ് ടൈമിൽ ചൂസ് ചെയ്യുക. അതായത് ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാന് ലാസ്റ്റ് ഡെസ്റ്റിനേഷനും ഇതാണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റൂമിലോട്ടാണ് പോകുന്നത്. അതേസമയത്ത് പകലൊക്കെയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ചാൻസ് വയറിനെന്തെങ്കിലും ഇഷ്ടപ്പെടാണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം കംപ്ലീറ്റ് അങ്ങ് പോകും. ഇതാകുമ്പോഴത്തേക്കും നമ്മൾ റൂമിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഇനി വേറെ പരിപാടികളൊന്നുമില്ല, റെസ്റ്റ് എടുക്കാനുള്ളത് തന്നെയാണ്. ഭൂരിഭാഗം ടൂറിസ്റ്റുകളും തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ഫുഡ്സ് ട്രൈ ചെയ്യാനായിട്ട് ഇവിടെ ചൂസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഫുഡ് സ്ട്രീറ്റാണ്. ഈ വാനിൽ വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് കള്ളുകളാണ്. പിന്നെ ഇവിടെ പല സ്റ്റോളുകളിലും ഒരേ സാധനത്തിന് പല റേറ്റുകളാണ്. അപ്പോൾ നോക്കി വാങ്ങുക. കുട്ടികൾക്കായിട്ട് ചെറിയൊരു പ്ലേയിങ് ഏരിയയൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കളിക്കാൻ പറ്റുന്നതായിട്ടുള്ള സെറ്റപ്പുകളെല്ലാം ഇവിടെ ഉണ്ട്. ഒരു 100 ബാത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗൺ കിട്ടും. ആ ഗണ്ണും കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ബോൾസിനെ നമ്മൾ എയിം ചെയ്ത് അതിൽ കൊള്ളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മാനമായിട്ട് ടോയ്സാണ് ലഭിക്കുന്നത്. സുഹൃത്തുക്കളെ, കഞ്ചാവ് അഥവാ മരിജുവാന ഇത്ര ലൈവായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ദൃശ്യം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാഴ്ചയാണ്. ഇതുവരെയും കാണാത്തൊരു കാഴ്ചയാണ്, ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ്. ഇവിടെ പല ടൈപ്പുള്ള കഞ്ചാവിനും വ്യത്യസ്തമായിട്ടുള്ള പേരുണ്ട്. നമുക്ക് ഓരോ മോഡിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ നമുക്ക് പ്രിഫർ ചെയ്ത് തരുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ കഞ്ചാവിടെ ലീഗലാണ്. പല ആൾക്കാരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് പബ്ലിക്കായിട്ട് തന്നെ. നമ്മുടെ നാട്ടിലെ സിഗരറ്റ് വലിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ ആൾക്കാർ വലിച്ചുകൊണ്ടൊക്കെ പോകുന്നത്. ഒരു അരമണിക്കൂറുടെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ DJ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. ഒരു വലിയ സ്റ്റേജ്, എന്തായാലും അതുവരെ ഇവിടെ നിൽക്കുന്നില്ല. ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണെങ്കിൽ തന്നെയും ഇവിടെ ഒത്തിരി ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെയുള്ള കുറേ ഷോപ്പുകളുണ്ട്. ഇവിടെ ഡ്രസ്സിനൊക്കെ റേറ്റ് കുറവെന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ കയറി നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല റേറ്റൊക്കെ തന്നെ ഉണ്ട്. സാധാരണ റേറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ.
മാത്രമല്ല ഇവിടെയുള്ളത് ഭൂരിഭാഗവും ബ്രാൻഡഡിൻ്റെ പിന്നെ കോപ്പിയൊക്കെയാണ് ഇവിടെയുള്ളത്. പിന്നെ സോവനീഴ്സും ഫാൻസി ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, ഇവിടെ വാങ്ങുന്നതിൽ നഷ്ടമൊന്നുമില്ല. ഇവിടെ പരമാവധി ബാർഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക, എന്നാൽ കുറച്ചുകൂടെ റേറ്റൊക്കെ കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഏരിയ മൊത്തം സീ ഫുഡിൻ്റെ ഏരിയയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സീ ഫുഡാണ് മാക്സിമം കണ്ടിട്ടുള്ളതും. കാണാത്തതായിട്ടുള്ള ഒത്തിരി ഡിഫറൻ്റ് ആയിട്ടുള്ള മത്സ്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അവർ നമുക്ക് ലൈവായിട്ട് ഗ്രില്ല് ചെയ്ത് തരുന്നതായിരിക്കും. ശരിക്കും എടുത്ത് ഫുഡിൻ്റെയൊക്കെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിൽ തന്നെ ഇവിടെ കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ കള്ള്, ഈ ഡ്രസ്സ് അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെയാണ് ഇവിടുത്തെ കത്ത് റേറ്റ് അവർ വാങ്ങുന്നത്. ഇവിടെയാണെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഇവിടെ യാതൊരുവിധ ചപ്പുചോറുകളോ വേസ്റ്റുകളോ ഒന്നും നമുക്ക് താഴെ കാണാൻ പറ്റത്തില്ല. ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ആരും ഒന്നും തന്നെ താഴെ ഇടുന്നില്ല. ഈ വേസ്റ്റുകളെല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് ഈ ഗാർബേജ് ബോക്സിനകത്ത് തന്നെയാണ് കൊണ്ടിടുന്നത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് സൂപ്പ്. വെറൈറ്റി ടൈപ്സ് സൂപ്പുകളുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, സീ ഫുഡ്, ചിക്കൻ, മട്ടൻ, പോർക്ക് തുടങ്ങി ഇങ്ങനെ കിടക്കുക സൂപ്പുകൾ. എന്തായാലും ഈ തായ്ലാൻഡിൻ്റെ ഒരു കൾച്ചർ എന്നുള്ളത് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചർ തന്നെയാണ്. ഒരൊറ്റ ജീവജാലങ്ങളെ അവർ വെറുതെ വിടുന്നില്ല. ഈ പാറ്റ മുതൽ പുഴു മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലമിംഗോസിനെ വരെ അവർ ഈ ഫ്രൈ ചെയ്ത് ബാർബിക്യൂ ടിക്കയായിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. ഈ മലയാളീസ് ആയിട്ടുള്ള നമ്മളെ കൊണ്ട് ഈ കാഴ്ച കാണുമ്പോഴത്തേക്കും അത് ഡൈജസ്റ്റ് ആവില്ലെങ്കിലും ശരിക്കും തായ്ലൻഡുകാരുടെ കൾച്ചറിൻ്റെ ഭാഗമായതുകൊണ്ട് കുഞ്ഞുനാൾ തൊട്ടേ അവർ കഴിച്ച് ശീലിച്ചുകൊണ്ടും അവർക്ക് യാതൊരുവിധ അറപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് കഴിക്കുന്നതിൽ. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയും നല്ല നല്ല കാഴ്ചകളായിട്ട് നമ്മൾ തായ്ലാൻഡിൽ തന്നെയുണ്ട്. ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ എൻ്റെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. മാത്രമല്ല നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.